നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ജൂൺ 17-ന് പ്രാബല്യത്തിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി നടത്തിവരുന്ന പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചു. യുഎസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ അവരുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ് മുഹമ്മദ് അക്രമീനിയ ഞായറാഴ്ച അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ ആക്രമിക്കുന്നതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് തുടർച്ചയായ 13 രാത്രി യുഎസ് ഇറാനിലുടനീളം ബോംബിട്ടിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയോടെ യുഎസ് ആക്രമണങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. ഇറാനിലെ 14-ാം ഘട്ട ആക്രമണം സംബന്ധിച്ച രൂപരേഖ പെന്റഗൺ ട്രംപിന് കൈമാറിയിരുന്നെങ്കിലും ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് ഇത് നിരസിച്ചെന്നാണ് വിവരം. കാസ്പിയൻ കടലിൽ ഇറാന്റെ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് ഉത്തരവാദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണെന്ന് ആരോപിച്ച വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഈ നടപടി മറുപടിയില്ലാതെ പോകില്ലെന്നും വ്യക്തമാക്കി. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ മൈനിൽ തട്ടി ഒരു എണ്ണ ടാങ്കർ തകർന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ നിർദ്ദേശിച്ച കടൽപാത വിട്ട് സഞ്ചരിച്ച കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ അറിയിച്ചത്. അതേസമയം ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഹൂതി വിമതർ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള വൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടി ഭാവി രാഷ്ട്രീയ പ്രക്ഷോഭ തന്ത്രങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ അറിയിച്ചു. ദേശീയ തലത്തിലെ വിജയത്തിന് പിന്നാലെ പഞ്ചാബിൽ റിപ്പോർട്ട് ചെയ്ത ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലും CJP ശക്തമായി ഇടപെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജന്തർ മന്ദറിലെ നീറ്റ് വിരുദ്ധ സമരം വിജയകരമായി അവസാനിപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാർമസി ഓഫീസർ നിയമന പരീക്ഷ ഉൾപ്പെടെ പഞ്ചാബിൽ അടുത്തിടെ നടന്ന വിവിധ മത്സര പരീക്ഷകളിൽ വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തമായ ആസൂത്രണം നടന്നുവരികയാണെന്നും ഉടൻ തന്നെ സംഘടനയുടെ നിലപാട് പ്രഖ്യാപിക്കുമെന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കേന്ദ്രം. ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേകനിയുടെ അധ്യക്ഷതയിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാം വഴിയാണ് വിശദമാക്കിയത്. പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള നിർദ്ദേശങ്ങൾ ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കും. NDA പരീക്ഷകൾ ഉടച്ചുവാർക്കാൻ 6-അംഗ ടാസ്ക് ഫോഴ്സിൽ ISRO മുൻ ചെയർമാൻ S സോമനാഥനും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം കൂടുതൽ വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാക്കാനുമാണ് ഈ നീക്കം. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഈ പ്രധാന കാര്യം വ്യക്തമാക്കിയത്. ക്രമക്കേടുകളിൽ പങ്കാളികളായവരെ ജയിലിൽ അടച്ചിട്ടുണ്ടെന്നും വേഗത്തിലുള്ള വിചാരണയ്ക്കായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിന് കർശന വ്യവസ്ഥകളടങ്ങിയ പുതിയ നിയമനിർമ്മാണങ്ങളിലേക്ക് പാർലമെന്റ് കടക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പോക്സോ കേസിലെ ഇരയായ 16-കാരിയെ കാണാതായി. എടത്തല പോലീസ് സ്റ്റേഷന് സമീപം പെൺകുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതലാണ് കുട്ടിയെ കാണാതായത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയെ എത്തിച്ചതായി ഓട്ടോ ഡ്രൈവർ പോലീസിന് വിവരം നൽകി. എടത്തല ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ ശേഷം കുട്ടി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാണ് ആലുവ നഗരത്തിലേക്ക് എത്തിയത്. പോക്സോ കേസ് പ്രതിയുടെ ഫോൺ നമ്പറിലേക്ക് കുട്ടി വിളിച്ചതായും പോലീസ് കണ്ടെത്തി. കുട്ടിയെ കാണാനില്ലെന്ന് സ്ഥാപന അധികൃതർ എടത്തല പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുടുംബവും പരാതി നൽകി. CCTV അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം തുടരുകയാണെന്നും കായംകുളം സ്വദേശിയാണ് കേസിലെ പ്രതിയെന്നുമാണ് പോലീസ് പറയുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള മിൽമയുടെ നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി. നെയ് സപ്ലൈ ചെയ്യുന്നതിന് 70 ദിവസത്തെ സമയമുണ്ടായിട്ടും കൃത്യമായി ടെൻഡർ ക്ഷണിക്കാതെ ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രധാന കണ്ടെത്തൽ. നെയ് ഇടപാടിനുള്ള അപേക്ഷ ക്ഷണിച്ചത് നിയമവിരുദ്ധമായാണെന്നും കൂടുതൽ ആളുകളുടെ അപേക്ഷ ലഭിക്കാനാണ് ടെൻഡർ ഒഴിവാക്കിയതെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2 തവണ ഈ ടെൻഡർ ഒഴിവാക്കി സീൽഡ് ടെൻഡറാക്കി മാറ്റുകയായിരുന്നു. ഒരു ടിൻ നെയ്യ് എത്തിക്കുന്നതിന് കരാറുകാരൻ അസാധാരണമായ വിലക്കുറവാണ് കോട്ട് ചെയ്തത്. മറ്റ് സ്ഥാപനങ്ങൾ 81 രൂപയും 48 രൂപയും ചെലവ് കണക്കാക്കിയപ്പോൾ കരാർ ലഭിച്ച കമ്പനി കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രമാണ്. ഇത് കടുത്ത ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്.
ബേപ്പൂരിൽ വെളിച്ചെണ്ണ മില്ലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് വിലയിരുത്തൽ. വെസ്റ്റ് മാഹിയിലെ രേണുക ഓയിൽ മില്ലിനാണ് തീ പിടിച്ചത്. 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 90% തീയും അണച്ചിട്ടുണ്ടെങ്കിലും ചിലയിടത്ത് തീ പടരുകയും പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. അപകടത്തിൽ ഒരു ലോറിയും കത്തിനശിച്ചു. സംഭവ സമയം ജീവനക്കാർ ഇല്ലാതായിരുന്നതിനാൽ ആളഭയം ഒഴിവായി. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മില്ലിന് തീ പിടിച്ചത്. കന്നാസിലും പാത്രങ്ങളിലും സംഭരണങ്ങളിലുമായി സൂക്ഷിച്ചിരുന്ന മുഴുവൻ വെളിച്ചെണ്ണയും കത്തിനശിച്ചു. എണ്ണ വലിയ തോതിൽ സൂക്ഷിച്ചിരുന്ന സംഭരണികളിലേക്കും തീ പടർന്നതോടെയാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. സമീപത്തുള്ള വീടുകളിലേക്കും പുകയുയരുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ വെളിച്ചെണ്ണ കിടക്കുന്ന സ്ഥലങ്ങളിൽ തീ പടരുന്നുണ്ട്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പാലക്കാട്ടെ 9 സിവിൽ പോലീസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ. സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലാണ് സ്റ്റേ ചെയ്തത്. ഓപ്ഷൻ നൽകിയ പോലീസ് സ്റ്റേഷനുകൾ അനുവദിക്കാതെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതിന് ചോദ്യം ചെയ്ത് CPOമാർ രംഗത്തെത്തിയിരുന്നു. 1 മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഓപ്ഷൻ പ്രകാരം സ്ഥലം മാറ്റം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. കേരള പോലീസ് അസോസിയേഷന്റെയും ഓഫീസേഴ്സ് അസോസിയേഷന്റെയും ജില്ലാ സംസ്ഥാന ഭാരവാഹികളെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത്. സഹകരണ മേഖലയിൽ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനിക്ക് ചിറകുമുളയ്ക്കുന്നു. കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് സഹകരണ സംഘം ലിമിറ്റഡ് എന്നാകും കമ്പനിയുടെ പേര്. രജിസ്ട്രേഷൻ നടപടികൾ വെള്ളിയാഴ്ച തുടങ്ങും. സർക്കാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഏപ്രിലോടെ സർവീസ് തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന സഹകാരിയും കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ CN വിജയകൃഷ്ണൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ കമ്പനി തുടങ്ങി വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനാണ് പദ്ധതി. കോയർ എന്ന പേരാണ് ഉദ്ദേശിക്കുന്നത്. വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നു. പോലീസ് സംവിധാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ G സുധാകരൻ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. നഗരസഭയിൽ G സുധാകരന് സ്വീകരണം നടക്കുമ്പോൾ LDF നേതൃത്വത്തിൽ പ്രതിഷേധിക്കുമെന്ന് നേരത്തെ വിവരം കിട്ടിയിട്ടും പോലീസ് അറിയിക്കാത്തതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത ബാബുവിനോട് പോലീസ് അപമര്യാദയായി പെരുമാറി. ഇതു സംബന്ധിച്ച് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അരിത ബാബു പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന അതിക്രമത്തിലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെ പോലീസ് മാന്യമായല്ല പെരുമാറിയതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു.